നമസ്കാരം, ഞാൻ ബി അഷ്യാന. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പലപ്പോഴും പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കെമിസ്ട്രി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അത് വളരെ രസകരവും എളുപ്പമുള്ളതാക്കി മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മൾ ധാരാളം മരുന്നുകളൊക്കെ കാണുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആ മരുന്നിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ മെഡിസിനിലുള്ള കെമിക്കൽ കണ്ടൻറ്റ് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിലെന്തെല്ലാം രാസപദാർത്ഥങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കെമിസ്ട്രി അറിയുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് തന്നെ അതിലുള്ള രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കെമിക്കൽ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയും. അങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കെമിസ്ട്രിയെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ രസകരമായൊരു വിഷയമാക്കി മാറ്റാൻ കഴിയും. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 2 ഭാഗങ്ങളായിട്ടാണ്. അതായത് 2 പാർട്ട് കെമിസ്ട്രിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് 2 പുസ്തകങ്ങളാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് ഒരു ബുക്കിൽ ആദ്യ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സാണ്, 4 പാഠങ്ങളാണ്. അതിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ളതാണ്. എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അത്ര പരിചിതമല്ലായിരിക്കാം. കാരണം നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘടകം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് പാർട്ട് എന്ന് പറയുന്നത് തന്മാത്രയാണ് അല്ലെങ്കിൽ മോളിക്യൂളാണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ തന്മാത്രയെ നമുക്കിനി വിഭജിക്കാൻ കഴിയുമോ? ഒരു പദാർത്ഥത്തിൻ്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ ആദ്യ കണിക എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്യൂളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനെ ഇനി വിഭജിച്ചിട്ടുള്ള എന്തെങ്കിലും ഒന്നാണോ എന്നുള്ളത് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ കഴിയും. ഈ തന്മാത്ര എന്ന് പറയുന്നതിന് വളരെ ചെറിയ കണം, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ളതാണ് മോളിക്യൂൾ. അതിനെ ഇനിയും വിഭജിക്കാൻ കഴിയുമോ? വിഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താണ് പറയുക? ഫോർ എക്സാമ്പിൾ, വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ജല തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? H2O ആണ്. H2O. ഇതിൽ 2 ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഇതെന്താണ്? ഇതൊരു മോളിക്യൂളാണ്. ഓരോ ഡ്രോപ്പ് ജലത്തിലും ധാരാളം H2O മോളിക്യൂൾസ് അല്ലെങ്കിൽ ജല തന്മാത്രകളുണ്ട്. അങ്ങനെ ധാരാളം ജല തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടാണ് നമുക്ക് വെള്ളം അല്ലെങ്കിൽ വാട്ടറായിട്ട് കാണാൻ സാധിക്കുന്നത് അതിനെ. പക്ഷേ ഇനി നമ്മൾ ഇതിൽ നോക്കുന്നത് ഈ ജല തന്മാത്രയെ തന്നെ മൈക്രോസ്കോപ്പിക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതിനെ ഇനിയും വിഭജിക്കാൻ കഴിയുമോ? ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ H2 എന്നും O എന്നും എടുക്കാം. അതായത് ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും. അപ്പോൾ നിങ്ങൾ പറയാം ഹൈഡ്രജന്റെ 2 ആറ്റം എന്ന് പറയുമ്പോൾ H2 എന്ന് പറയുന്നത് H+H ആണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് നമുക്ക് H2 ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓക്സിജന്റെ 1 ആറ്റവും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? തന്മാത്രയെ വീണ്ടും വിഭജിക്കാമെന്നും അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആറ്റം എന്നും വിളിക്കാം. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് തന്മാത്രയെ വിഭജിച്ച് കിട്ടുന്ന ഘടകങ്ങളാണ്. അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? ആറ്റങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്നതാണ് എന്ത്? തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ. അപ്പൊ ആറ്റത്തിനൊരു നിർവചനം എന്നില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ആറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണെന്നും അതിനെ നമുക്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്താൻ കഴിയുമെന്നും അതുപോലെ തന്നെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? തന്മാത്രകൾ ഉണ്ടാവുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. Atom is a minute particle which can take place a chemical reaction and by the combination of atom we can create the molecules. അതായത് ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ നമുക്ക് മോളിക്യൂൾസ് കിട്ടുമെന്നും അതുപോലെ തന്നെ ആറ്റമാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആറ്റത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ജസ്റ്റ് ഏറ്റവും ചെറിയൊരു കണികയാണെന്നും അത് കൂടി ചേരുമ്പോൾ തന്മാത്രകൾ ഉണ്ടാവുന്നു എന്നും ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ആറ്റമാണെന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ ആറ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ധാരാളം ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. അതിൽ ഏറ്റവും ആദ്യം ആറ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അദ്ദേഹമാണ് ആറ്റത്തെക്കുറിച്ച് ആദ്യത്തെ കൺസെപ്റ്റ് നമുക്ക് തരുന്നത്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ 6 പ്രസ്താവനകൾ ആറ്റത്തെക്കുറിച്ച് ഇറക്കി.
അതായത് അദ്ദേഹം പ്രധാനപ്പെട്ട 6 ആശയങ്ങൾ, 6 പോസ്റ്റ്ലേറ്റ്സ് ആണ് അദ്ദേഹം ആറ്റത്തെക്കുറിച്ച് കൺക്ലൂഡ് ചെയ്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അതായത് ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിച്ചതാണ് എല്ലാ പദാർത്ഥങ്ങളും. എവറി മാറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഒരേ മൂലകത്തിലുള്ള ആറ്റങ്ങൾ ഒരേ സ്വഭാവവും അതുപോലെ തന്നെ ഒരേ ഗുണവും ഒരേ സൈസും ഒരേ മാസും കാണിക്കുന്നു. ഒരുപോലെയുള്ള ആറ്റങ്ങൾ ഒരേ ഗുണവും ഒരേ മാസും ഒരേ വലിപ്പവും കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആറ്റം, ഇവിടെ ഇപ്പം നമുക്ക് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇതിൽ ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരേ സൈസും ഒരേ മാസും ഒരേ ഗുണങ്ങളും ഉള്ളവയായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ സെയിം ഇൻ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, മാസ് ആൻഡ് സൈസ്. അവ എന്താണ്? ദേ ആർ സെയിം ഇൻ ദെയർ പ്രോപ്പർട്ടീസ്, മാസ് ആൻഡ് സൈസ്. അവരവരുടെ പ്രോപ്പർട്ടീസിലും മാസിലും സൈസിലും ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ഹൈഡ്രജന്റെ വലിപ്പവും ഈ ഹൈഡ്രജന്റെ വലിപ്പവും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മാസും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇവയെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴും അത് ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത പോസ്റ്റ്ലേറ്റിൽ അദ്ദേഹം പറയുന്നത് വ്യത്യസ്ത മൂലകങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും വ്യത്യസ്ത മാസും വ്യത്യസ്ത വലിപ്പവും കാണിക്കുന്നതായിരിക്കും. ഡിഫറെന്റ് എലമെന്റ്സ് are showing different mass, different size and different properties എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും കൂടി നമ്മൾ കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രജൻ ഉണ്ടാവുന്ന ഗുണങ്ങളായിരിക്കില്ല ഒരിക്കലും ഈ ഓക്സിജൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഹൈഡ്രജന്റെ മാസ് ആയിരിക്കില്ല ഒരിക്കലും ഈ ഓക്സിജൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ ഉണ്ടാവുന്ന സൈസ് ആയിരിക്കില്ല ഒരിക്കലും ഓക്സിജൻ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടി. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു മൂലകത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിനുണ്ടാവുന്ന പ്രത്യേകത, അതായത് അതിൻ്റെ നിറം, അതുപോലെ തന്നെ അതിൻ്റെ ഗന്ധം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഉണ്ടാവുന്ന നിറമോ ഗന്ധമോ ആയിരിക്കില്ല ഈ ഓക്സിജൻ ആറ്റത്തിന് ഉണ്ടാവുക. കാരണം ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് എന്തായിരിക്കും? ഒരേ ഗന്ധവും ഒരേ നിറവുമായിരിക്കും. അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ അത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് റിസൾട്ട് കാണിക്കുക. ഇപ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിലേക്ക് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം എന്ത് റിസൾട്ടാണ് നമുക്ക് തരിക? ചിലപ്പോൾ വൈറ്റ് ഫ്യൂംസ് ആയിരിക്കാം, വെള്ള കളർ പുകയായിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കാം ലിക്വിഡ് സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത്. അങ്ങനെയുള്ള റിസൾട്ട് കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് കാണിക്കുന്ന രാസ മാറ്റങ്ങളിൽ അവർ നമുക്ക് നൽകുന്ന റിസൾട്ടിനെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഹൈഡ്രജൻ കാണിക്കുന്ന റിസൾട്ട് ആവില്ല ഓക്സിജൻ രാസപ്രവർത്തനങ്ങളിൽ കാണിക്കുക. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആറ്റംസ് ആണ്. അപ്പോൾ അവ എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ വലുപ്പത്തിലും സൈസിലും മാസിലും പ്രോപ്പർട്ടീസിലും എല്ലാം ഇവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റ്ലേറ്റിൽ പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം. ആറ്റം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണികയാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഉണ്ടാവണമെങ്കിൽ H2O കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഈ കമ്പൈൻ ചെയ്യുന്നത് എന്താണ്? ഒരു രാസപ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. അത് കമ്പൈൻ ചെയ്യണമെങ്കിൽ ആദ്യം ഹൈഡ്രജന്റെ ആറ്റവും അതുപോലെ തന്നെ ഓക്സിജന്റെ ആറ്റവും ഉണ്ടാവണം. ഈ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ മോളിക്യൂൾ ഉണ്ടാവില്ല. മോളിക്യൂൾ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? വാട്ടർ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും കെമിക്കൽ റിയാക്ഷനിൽ കമ്പൈൻ ചെയ്തതിന് ശേഷം അത് H2O മോളിക്യൂളായി മാറി. ആ H2O മോളിക്യൂളാണ് പിന്നീട് അവർ ജോയിൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആറ്റം, ഈ 2 ആറ്റങ്ങളാണ് അല്ലെ? ഈ ഹൈഡ്രജൻ ആറ്റവും ഈ ഓക്സിജൻ ആറ്റവുമാണ്. അപ്പോൾ ആറ്റമാണ് എന്ത്? ഒരു രാസപ്രവർത്തനത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് കെമിക്കൽ റിയാക്ഷൻ. Atom is the smallest particle that can takes place chemical reaction. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാനമായിട്ടുള്ള പോസ്റ്റുലേറ്റിൽ അല്ലെങ്കിൽ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് 2 അതിലധികമോ മൂലകങ്ങൾ ഒരു ലളിതമായ അനുപാതത്തിൽ കൂടിച്ചേരുമ്പോഴാണ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. Which means compounds are formed in the simple ratio combinations of 2 or more atoms. 2 അതിലധികമോ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ അല്ലെങ്കിൽ സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ട് ലഭിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് കോമ്പൗണ്ട്? കോമ്പൗണ്ട് എന്താണെന്നുള്ളതും മോളിക്യൂൾ എന്താണെന്നുള്ളതും നമ്മൾ ഇനി ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പറയാവണ്ട. സോ മോളിക്യൂളും കോമ്പൗണ്ടും ഒരേപോലെയാണ് ഓൾമോസ്റ്റ്, പക്ഷെ അതിൽ ചില മാറ്റങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, മോളിക്യൂളും കോമ്പൗണ്ടും ആറ്റത്തിന്റെ കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ വാട്ടർ മോളിക്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണുള്ളത് അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് ഇതിന്റെ ഈ കോമ്പിനേഷന്റെ റേഷ്യോ നമുക്ക് സിമ്പിൾ ആയിട്ട് 2:1 എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ സിമ്പിൾ റേഷ്യോയിൽ 2 അതിലധികമോ ആറ്റംസ് കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് എന്ത്? സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവന അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ആണ്, ആറ്റം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിലും ഒരിക്കലും നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല. ആറ്റം എന്ന് പറയുന്നത് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല. ഇറ്റ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ഒരിക്കലും നമുക്ക് ഒരു ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇതാണ് ഡാൾട്ടന്റെ പ്രധാനപ്പെട്ട 6 പ്രസ്താവനകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ ഈ 6 പോസ്റ്റുലേറ്റ്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആറ്റത്തെ കുറിച്ച് കൂടുതൽ ഡാൾട്ടൺ പറഞ്ഞതെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ആറ്റത്തെ കുറിച്ച് ഇനിയും എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ളതിന്റെ തുടർച്ചയായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും ഇതിന്റെ പുറകെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളുമായിട്ട് വന്നു. അങ്ങനെ ഡാൾട്ടന് ശേഷം മറ്റൊരു പരീക്ഷണവുമായിട്ട് വന്ന ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. 1778 മുതൽ 1829 വരെ ഇടയിലുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ആറ്റത്തെ കുറിച്ചുള്ള പരീക്ഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ ഇത്രയും എലമെന്റ്സുകളുടെ ഒരു കോമ്പൗണ്ട് ആക്കി എടുത്തിട്ട് അതിനെ ഒരു ദ്രാവക രൂപത്തിലേക്ക് മാറ്റി. അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് ബോറോൺ ഇത്രയും എലമെന്റ്സിന്റെ ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹം അതിലേക്ക് എന്ത് കടത്തിവിട്ടു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു, അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിട്ടു. അങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ഇത്രയും മൂലകങ്ങളുടെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ എലമെന്റ്സിന്റെ കോമ്പൗണ്ടിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഇതിൽ നിന്ന് അദ്ദേഹം എന്ത് പ്രസ്താവനയിലേക്ക് എത്തിച്ചേർന്നു? ആറ്റത്തിന് പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട് എന്നുള്ള ധാരണയിലേക്ക് എത്തി. അതായത് ആറ്റത്തിന് ചാർജസ് ഉണ്ടെന്നും അത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് കാണിക്കുന്നുണ്ട് എന്നുള്ള പ്രസ്താവനയിലേക്കും ഹംഫ്രി ഡേവി എത്തിച്ചേർന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് വന്നിട്ടുള്ള മറ്റൊരു ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ഇലക്ട്രിസിറ്റിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. എക്സാമിനൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വൈദ്യുതിയുടെ പിതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹംഫ്രി ഡേവി ചെയ്തതുപോലെ തന്നെ സെയിം എക്സ്പെരിമെന്റ് ആണ്. അദ്ദേഹം അതൊരു പ്രോസസ്സാക്കി മാറ്റിയെടുത്തു എന്ന് മാത്രം. ഈ ദ്രാവക രൂപത്തിലുള്ള ആ ഒരു സംഭവം, അതായത് ആ ലിക്വിഡിലേക്ക് അദ്ദേഹം വൈദ്യുതി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും, നമുക്കറിയാം ഹംഫ്രി ഡേവി ചെയ്ത സെയിം സംഭവം അത് 2 കമ്പോണന്റ് ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടു. ആ മാറുന്ന ആ പ്രോസസ്സിന് അദ്ദേഹം ഒരു പേര് കൊടുത്തു. അതാണ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന ഒരു പേര് നിർവചിച്ചത് മൈക്കിൾ ഫാരഡെയാണ്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു ലോയും അല്ലെങ്കിൽ ഒരു നിയമവും ഉണ്ടാക്കി. അതിനെയാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ നിയമം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഹംഫ്രി ഡേവി ചെയ്ത സെയിം എക്സ്പെരിമെന്റ് തന്നെ അതിൽ അദ്ദേഹം ആ ഒരു പ്രോസസ്സിന് ഒരു പേര് കൊടുത്തു, ഇലക്ട്രോളിസിസ്. അതുപോലെ തന്നെ അതിന് ഒരു നിയമവും നൽകി, വൈദ്യുത വിശ്ലേഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു.
അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സയന്റിസ്റ്റിന്റെ പേര്, അതുപോലെ തന്നെ ആ സയന്റിസ്റ്റ് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡാൾട്ടന്റെ 6 പ്രസ്താവനകൾ, അതുപോലെ തന്നെ ഹംഫ്രി ഡേവി അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് കണ്ടുപിടിച്ചല്ല. നിങ്ങൾ എക്സ്പെരിമെന്റ്സോ അല്ലെങ്കിൽ അവർ നടത്തിയ പരീക്ഷണങ്ങൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മൈക്കിൾ ഫാരഡേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ പിതാവ് എന്നാണ്. അതുപോലെ ആ പ്രോസസ്സിന് അദ്ദേഹം കൊടുത്ത പേരാണ് എന്ത്, ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. അതുപോലെ തന്നെ അദ്ദേഹം അതിലൂടെ ഒരു നിയമം ഉണ്ടാക്കി, അതിനെയാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ നിയമം.